ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 വെതർ ആൻഡ് ക്ലൈമറ്റിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ വെതർ? വെതർ പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന കണ്ടീഷൻസിനെയാണ് വെതർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് പറയുമ്പോൾ വിൻഡ് ആവാം, ഹ്യൂമിഡിറ്റി ആവാം, പെർസിപ്പിറ്റേഷൻ ആവാം, അതുപോലെ ടെമ്പറേച്ചർ ഒക്കെ ആവാം. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പെർസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം ആർ ടേംഡ് ആസ് വെതർ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഇൻസൊലേഷൻ? ഇൻസൊലേഷൻ പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സർഫസിൽ എത്തുന്ന സൺ റേസിന്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the amount of sun rays reaching the earth's surface is called insolation. Question: what are elements of weather? Elements of weather പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തിന്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ പറയുന്നത് ആ സ്ഥലത്തിലുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ ഫാക്ടേഴ്സിനെയാണ് എലമെന്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the atmospheric conditions of any place depend on the factors such as temperature, pressure, wind and humidity. They in turn are influenced by the amount of sunlight available there. Hence these are called elements of weather. Question: the isotherms show a noticeable bend along land-sea confluences. What may be the reason? ലാൻഡ് സീ ബൗണ്ടറീസിൽ ഐസോതേംസ് വന്നിട്ട് ഒരു ബെൻഡ് ഷോ ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണ്? അപ്പൊ ഐസോതേം വന്നിട്ട് ലാൻഡ് സീ ബൗണ്ടറീസിൽ ഒരു ബെൻഡ് ഷോ ചെയ്യുന്നുണ്ട്. അതിന് കാരണം വന്നിട്ട് ലാൻഡും വാട്ടറും ഡിഫറെന്റ് റേറ്റിലാണ് ഹീറ്റ് ആവുന്നതും അതുപോലെ കൂൾ ആവുന്നതും. അതായത് ലാൻഡ് വന്നിട്ട് പെട്ടെന്ന് ഹീറ്റ് ആവുകയും പെട്ടെന്ന് കൂൾ ആവുകയും ചെയ്യും. അപ്പോൾ ഡേ ടൈമിൽ ലാൻഡ് വളരെ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും, അതുപോലെ നൈറ്റ് ടൈമിൽ അത് ടെമ്പറേച്ചർ കുറവായിരിക്കും. അതേസമയം കോസ്റ്റൽ റീജിയൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സീ റീജിയൻ എടുക്കുകയാണെങ്കിൽ ആ സീ വന്നിട്ട് ചൂടാവാനും അതുപോലെ തണുക്കാനും കുറെ ടൈം എടുക്കും. അതുകൊണ്ടാണ് അവിടെ മൈൽഡ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the noticeable bend of isotherms along land-sea boundaries occurs because land and water heat up and cool down at different rates. Land heats up and cools down quickly, causing higher temperatures during the day and lower temperatures at night. Water takes longer to heat up and cool down, so coastal areas tend to have milder temperature. Question: what are greenhouse? ഗ്രീൻ ഹൗസസ് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഗ്രീൻ ഹൗസസ് പറയുന്നത് ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിനകത്ത് വന്നിട്ട് സൺലൈറ്റും ഹീറ്റിനും ട്രാപ്പ് ചെയ്ത് വെക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ കോൾഡർ സമയത്ത്, അത് കോൾഡർ സീസണിൽ പ്ലാന്റ്സിന് ഒരു വാം എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഗ്രീൻ ഹൗസസ് ആർ ബിൽഡിംഗ്സ് ദാറ്റ് ട്രാപ്പ് സൺലൈറ്റ് ആൻഡ് ഹീറ്റ് ഇൻസൈഡ് to create a warm environment for plants, especially in colder climates. Question: compared to the northern hemisphere, isotherms are more or less parallel to the latitudes in the southern hemisphere. Why? നോർത്തേൺ ഹെമിസ്ഫിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഐസോതേംസ് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സിന് കൂടുതൽ പാരലായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണെന്നാണ്. ഇപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് കൂടുതലും ഓഷ്യൻസ് ആണ് വരുന്നത്. ഈ ഓഷ്യൻസ് ഹീറ്റ് ചെയ്യാനും അതുപോലെ കൂൾ ആവാനും വളരെ ടൈം എടുക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ പറയുന്നത് സ്റ്റേബിളും കൺസിസ്റ്റന്റും ആയിരിക്കും. അതുകൊണ്ടാണ് ഐസോതേംസ് ആ ഒരു റീജിയനിൽ ലാറ്റിറ്റ്യൂഡ്സിന് മോർ പാരലായിട്ട് നിൽക്കുന്നത്. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ വന്നിട്ട് കോണ്ടിനെന്റ്സ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ അവിടെ ലാൻഡ് വന്നിട്ട് പെട്ടെന്ന് ഹീറ്റ് ആവുകയും പെട്ടെന്ന് തന്നെ കൂൾ ആവുകയും ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ പറയുന്നത് ഡേ ടൈമിൽ ഹൈയും അതുപോലെ നൈറ്റ് ടൈമിൽ ലോ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ isotherms are more parallel to the latitudes because there are more oceans. Oceans heat up and cool down slowly, keeping temperatures more stable and consistent. In the northern hemisphere, there is more land which heats up and cools down quickly,
causing more temperature variation and making isotherms less parallel to the latitudes. Question: why the land areas experience higher summer temperature and lower winter temperature when compared to sea? സിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാൻഡ് ഏരിയാസ് എന്തുകൊണ്ടാണ് ഹയർ സമ്മർ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ലോവർ വിന്റർ ടെമ്പറേച്ചറും എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അപ്പോൾ ഇതിന് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാൻഡ് ഏരിയാസ് വന്നിട്ട് പെട്ടെന്ന് ഹീറ്റ് ആവുകയും അതുപോലെ തന്നെ ഫാസ്റ്റ് റേറ്റിൽ കൂൾ ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് ഡേ ടൈമിൽ വളരെ ഹൈയും ആയിരിക്കും, അതുപോലെ നൈറ്റ് ടൈമിൽ വളരെ ലോവും ആയിരിക്കും. അതുകൊണ്ടാണ് ലാൻഡ് ഏരിയാസ് സീനെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ സമ്മർ ടെമ്പറേച്ചറും അതുപോലെ ലോവർ വിന്റർ ടെമ്പറേച്ചറും അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: compared to sea, land gets heated and cooled at a faster rate. Thus, the land areas experience higher summer temperature and lower winter temperature when compared to sea. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദി എർത്ത്? ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദി എർത്ത് പറഞ്ഞാൽ എന്താണ്? എർത്തിന് മിക്ക എനർജിയും കിട്ടുന്നത് സണ്ണിൽ നിന്നാണ്. അതേസമയം ഓരോ ദിവസം ഈ ഒരു എനർജി തിരിച്ച് സ്പേസിലോട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഈ എർത്ത് കൂടുതൽ ഹോട്ട് ആവാതിരിക്കണം, അതുപോലെ കൂടുതൽ കോൾഡ് ആവാതിരിക്കാനാണ്. അപ്പൊ ഇങ്ങനെ ഹീറ്റ് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: almost all the energy the earth gets from the sun is sent back into space each day. This keeps the earth's temperature steady so it doesn't get too hot or too cold. This process of heat balancing is called the heat budget of the earth. Question: which of the two mountain slopes marked as A and B in the below figure gets more sunlight? Why? അപ്പോൾ താഴെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ രണ്ട് സ്ലോപ്സ് ഉണ്ട്, മൗണ്ടൈൻ സ്ലോപ്സ് എയും ബിയും. ഇതിൽ ഏത് മൗണ്ടൈൻ സ്ലോപ്സിലാണ് കൂടുതൽ സൺലൈറ്റ് റിസീവ് ചെയ്യുന്നത്, എന്തുകൊണ്ടെന്നാണ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ലോപ്പ് ബിയിനാണ് കൂടുതൽ സൺറൈസ് അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടുന്നത്. കാരണം സൺലൈറ്റ് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല, ഓരോ സ്ഥലത്തിന്റെ മാറും തോറും സൺലൈറ്റിന് റിസീവ് ചെയ്യുന്ന എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഡിഫറൻസ് വന്നിട്ട് സൺലൈറ്റിനെ ഫേസ് ചെയ്യുന്ന മൗണ്ടൈൻ സ്ലോപ്സിന് കൂടുതൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റിലുള്ള സ്ലോപ്പിന് ലോ ടെമ്പറേച്ചറും അനുഭവപ്പെടാനുള്ള കാരണം. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the mountain slopes marked as B gets more sunlight because the availability of sunlight differs from one place to another in accordance with the relief. Due to this difference, the mountain slopes facing the sun experience higher temperature and opposite slopes experience lower temperature. Question: what are the two factors that influence the speed and intensity of winds? വിൻസിന്റെ സ്പീഡും ഇന്റൻസിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ വിൻഡിന്റെ സ്പീഡിനെയും ഇന്റൻസിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് പറയുന്നത് ഒന്ന് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും രണ്ടാമത് ഫ്രിക്ഷണൽ ഫോഴ്സുമാണ്. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് വന്നിട്ട് ഡിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്നത്. അതായത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ഹൈ ആയിരിക്കുന്ന സമയത്ത് വിൻഡ് സ്ട്രോങ്ങർ ആയിട്ടായിരിക്കും ബ്ലോ ചെയ്യുന്നത്. അതേസമയം ലാൻഡ് എടുക്കുമ്പോൾ അവിടെ ബിൽഡിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യും, വിൻഡിനെ ഒബ്സ്ട്രക്ട് ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് വിൻഡിന്റെ സ്പീഡിനെയും ഇന്റൻസിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the speed and intensity of winds are influenced mainly by two factors: pressure gradient force, the change in air pressure over a certain distance where the pressure gradient is high, winds blow stronger. Frictional force, caused by hills, mountains, forests and man-made structures, will obstruct the free flow of winds. Question: what are the sources through which water vapor reaches atmosphere? ഏതൊക്കെ സോഴ്സിലൂടെയാണ് വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് ട്രാൻസ്പിറേഷൻ വഴി, അതുപോലെ ഇവോപ്പറേഷൻ വഴി, സബ്ലിമേഷൻ, അതുപോലെ ബേണിംഗ്, ഈ വഴിയിലൂടെയൊക്കെയാണ് അല്ലെങ്കിൽ ഈ സോഴ്സിലൂടെയൊക്കെയാണ് വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ റീച്ച് ആവുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: വാട്ടർ വേപ്പർ ഗെറ്റ്സ് ഇൻ ടു എയർ മെയിൻലി ത്രൂ
evaporation, transpiration, sublimation, burning. Question: what is saturation level and saturation point? Saturation level ഉം saturation point പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയ്സ്ചർ എപ്പോഴാണ് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാച്ചുറേഷൻ ലെവൽ അറ്റൈൻ ചെയ്യാൻ ഏത് ടെമ്പറേച്ചറിലാണോ ഈ ഒരു സാച്ചുറേഷൻ ലെവൽ അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു ഇതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the state at which the atmosphere is fully saturated with moisture or water vapor is known as saturation level. The temperature at which saturation level is attained is termed as saturation point. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ പറഞ്ഞാൽ എന്താണ്? രണ്ടിൽ കൂടുതലോ ആറ്റംസ് കൊളൈഡ് ചെയ്ത് മെർജ് ചെയ്ത് ഒരു ലാർജർ ആറ്റമായിട്ട് മാറുന്നു. ഈ ഒരു ടൈപ്പ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ലോവസ്റ്റ് അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സിന്റെ കേസിലാണ് നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ പറയുന്ന പ്രോസസ്സ് കാണാൻ കഴിയുന്നത് കോമൺ ആയിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more atomic nuclei collide and merge together to form a larger atom. This process is common in the case of elements with lower atomic number. Massive amount of energy is generated through this process. Question: what is maximum minimum thermometer? Maximum minimum thermometer പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ പറയുന്നത്. അപ്പോൾ 2 ഓർഡിനറി തെർമോമീറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും അതുപോലെ മിനിമം ടെമ്പറേച്ചറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: atmospheric temperature is measured using an instrument called thermometer. Maximum minimum thermometer is a special type of instrument made by connecting 2 ordinary thermometers using a U-shaped glass tube. The maximum temperature and the minimum temperature of a day can be read out from the recordings of a maximum minimum thermometer. Question: what is thermal equator? Thermal equator എന്നാൽ എന്ത്? ഹയസ്റ്റ് ആനുവൽ ടെമ്പറേച്ചർ വരുന്ന പ്ലേസസിനെ ലോങ്റ്റിറ്റ്യൂഡിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഇമാജിനറി ലൈൻ കണക്ടിങ് പ്ലേസസ് വിത്ത് ഹയസ്റ്റ് മീൻ ആനുവൽ ടെമ്പറേച്ചർ along every longitude is termed as thermal equator. Question: explain barometer. ബാരോമീറ്ററിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ബാരോമീറ്റർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ബാരോമീറ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് മെർക്കുറി ബാരോമീറ്ററും പിന്നെ ഒന്ന് അനറോയിഡ് ബാരോമീറ്ററും ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: barometer is the instrument used to measure atmospheric pressure. Barometers are of different types such as mercury barometer and aneroid barometer. In mercury barometer, the average pressure on the Earth's surface is recorded as 76 centimeter. Question: what is anemometer and wind vane? Anemometer പറഞ്ഞാൽ എന്ത്, അതുപോലെ തന്നെ wind vane പറഞ്ഞാൽ എന്താണ്? വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അനിമോമീറ്റർ പറയുന്നത്. അതേസമയം വിൻഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ:
Anemometer, the instrument used to measure the speed of wind. The distance traveled by wind per hour can be estimated using this instrument. Wind vane, the instrument which indicates the direction of wind. Question: what is terrestrial radiation? Terrestrial radiation പറഞ്ഞാൽ എന്താണ്? എർത്ത് സർഫസിലുള്ള എനർജീനെ ലോങ് വേവ്സിന്റെ ഫോമിൽ റീറേഡിയേറ്റ് ചെയ്യുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the re-radiation of energy in the form of long waves from the Earth's surface is called terrestrial radiation. Question: what is greenhouse effect? Greenhouse effect പറഞ്ഞാൽ എന്താണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻസിന് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് അബ്സോർബ് ചെയ്തിട്ട് എർത്തിന് വാമായിട്ട് കീപ്പ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the absorption of terrestrial radiation by the atmospheric gases such as carbon dioxide heats up the atmosphere. This phenomena is termed as greenhouse effect. Question: differentiate heat and temperature. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഹീറ്റ് എന്ന് പറയുന്നത് മോളിക്കുലർ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റിലെ ടോട്ടൽ എനർജിയാണ്. അത് മെഷർ ചെയ്യുന്നത് ജൂളാണ്. അതേസമയം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഹോട്ട്നെസ്സിന്റെ ഡിഗ്രിയാണ്. അത് മെഷർ ചെയ്യുന്നത് സെൽഷ്യസിലും ഫാരൻഹീറ്റിലും കെൽവിനിലുമാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: heat, the total energy of an object due to molecular movement and is measured in joule. Temperature, it is a degree of hotness of an object and is recorded in units such as degree Celsius, degree Fahrenheit and Kelvin. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ഐസോതേംസ്? ഐസോതേംസ് പറഞ്ഞാൽ എന്താണ്? സെയിം ടെമ്പറേച്ചറിലുള്ള പ്ലേസസിനെ കണക്ട് ചെയ്യുന്ന മാപ്പിലുള്ള ഇമാജിനറി ലൈൻസ് ആണ് ഐസോതേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഐസോതേംസ് ആർ ഇമാജിനറി ലൈൻസ് ഓൺ എ മാപ്പ് ദാറ്റ് കണക്ട് പോയിന്റ്സ് വിത്ത് ദ സെയിം ടെമ്പറേച്ചർ. They are very useful for analyzing temperature distribution. Question: what is normal lapse rate? Normal lapse rate പറഞ്ഞാൽ എന്താണ്? ഓൾട്ടിറ്റ്യൂഡിന്റെ 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ റേറ്റിൽ ടെമ്പറേച്ചറിന്റെ ഗ്രാജുവൽ ഡിക്രീസിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: the phenomena of gradual decrease in temperature at the rate of 6.5 degrees Celsius per kilometer of altitude is termed as normal lapse rate. Question: what are isobars? Isobars പറഞ്ഞാൽ എന്ത്? ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള പ്ലേസസിനെ കണക്ട് ചെയ്യുന്ന മാപ്പിലുള്ള കർവ്ഡ് ഇമാജിനറി ലൈൻസിനെയാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: smooth curved imaginary lines drawn on maps to connect places having equal atmospheric pressure are called isobars. Question: what are air currents and winds? Air currents അതുപോലെ തന്നെ winds പറഞ്ഞാൽ എന്താണ്? എയർ കറൻസ് പറഞ്ഞാൽ വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് എയർ ആണ്. അതായത് ഹൈ പ്രഷർ ഏരിയാസിൽ നിന്നും ലോ പ്രഷർ ഏരിയാസിലുള്ള വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് എയറിനെയാണ് എയർ കറൻസ് എന്ന് പറയുന്നത്. വിൻഡ്സ് പറയുന്നത് ഹൈ പ്രഷർ ഏരിയാസിൽ നിന്നും ലോ പ്രഷർ ഏരിയാസിലുള്ള ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: എയർ കറൻസ് ആർ ദ വെർട്ടിക്കൽ മൂവ്മെന്റ്സ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയാസ് ടു ലോ പ്രഷർ ഏരിയാസ്. Winds are the horizontal movements of air from high pressure areas to low pressure areas. Question: what is intertropical convergence zone? Intertropical convergence zone എന്നാൽ എന്ത്? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ്സും സദേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ്സും തമ്മിൽ കൺവേർജ് ചെയ്യുന്ന ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയനെയാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the equatorial low pressure region where the trade winds from the northern hemisphere and the southern hemisphere converge is known as intertropical convergence zone or ITCZ. ITCZ shifts with the apparent movement of the sun. Question: what are variable winds? Variable winds എന്താണ്? ഷോർട്ട് ഡ്യൂറേഷൻ വിൻസിനെയാണ് വേരിയബിൾ വിൻസ് എന്ന് പറയുക. ഇതിനകത്ത് ഇന്റൻസിറ്റിയും ഡയറക്ഷനും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾ വിൻസ് ആണ് വരുന്നത്. ഒന്ന് സൈക്ലോൺസും പിന്നെ ആന്റി സൈക്ലോൺസും. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: winds of short duration of which the intensity or direction cannot be predicted are called variable winds. Different categories are cyclones, anticyclones. Question: explain diurnal range of temperature and daily mean temperature. Diurnal range of temperature അതുപോലെ daily mean temperature കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയurnal റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറയുന്നത് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും അതുപോലെ മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതേസമയം ഡെയിലി മീൻ ടെമ്പറേച്ചർ പറയുന്നത് ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: diurnal range of temperature is the difference between the maximum temperature and the minimum temperature of a day. That is, diurnal range equal to maximum temperature minus minimum temperature. The average temperature of a day is called as daily mean temperature. Daily mean temperature equal to maximum temperature plus minimum temperature. Question: at the saturation level, what may be the relative humidity in percentage? Saturation level relative humidity എന്തായിരിക്കും? സാച്ചുറേഷൻ ലെവലിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പറയുന്നത് 100% ആയിരിക്കും. കാരണം ആ ഒരു ടെമ്പറേച്ചറിൽ എയറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാട്ടർ വേപ്പർ ആയിരിക്കും അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: at the saturation level, the relative humidity is 100%. This means the air is holding as much water vapor as it can at that temperature. Question: is hailstone a winter phenomena? Enquire. ഹെയിൽസ്റ്റോൺ പറയുന്നത് ഒരു വിന്റർ ഫിനോമിനയാണ്. അതിനെ കുറിച്ചിട്ട് എൻക്വയറി ചെയ്യാനാണ് പറയുന്നത്. ഹെയിൽസ്റ്റോൺ പറയുന്നത് നമുക്കറിയാം ഐസ് ബോൾസ് ആണ്. അപ്പൊ ഇത് വന്നിട്ട് ഒരു വിന്റർ ഫിനോമിന അല്ല. കാരണം വാമർ മൺസിലും സ്ട്രോങ്ങർ തണ്ടർസ്റ്റോംസ് മൂലം ഈ ഹെയിൽസ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഹെയിൽസ്റ്റോൺ ഒരു വിന്റർ ഫിനോമിന അല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: no, hailstones are not a winter phenomena. They form during strong thunderstorms which usually happen in warmer months. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.